നമസ്കാരം. ഡൽഹിയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അട്ടിമറി നാടകങ്ങളും കോൺഗ്രസിന്റെ പുതിയ ബർഗർ കലാപവും കണ്ടാൽ ആരും അറിയാതെ ഒന്ന് ചോദിച്ചു പോകും. ഈ ഡീപ് സ്റ്റേറ്റ് സ്ക്രിപ്റ്റും വിദേശ ഫണ്ടും വെച്ച് ഈ പാറ്റക്കൂട്ടം ഒപ്പിച്ചു വെച്ച പണി എന്താണെന്ന് നിങ്ങൾക്കറിയണോ എന്ന്. സംഭവം വെറുമൊരു സാധാരണ രാഷ്ട്രീയ സമരമല്ല. ഭാരതത്തിന്റെ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കൃത്യമായ പ്ലാനിങ്ങോടെ വിദേശത്ത് വെച്ച് തയ്യാറാക്കിയ വമ്പൻ അട്ടിമറി ശ്രമമാണ്. ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയും അത് എങ്ങനെയാണ് ഇവർ തെരുവിൽ എക്സിക്യൂട്ട് ചെയ്തതെന്നും അതിലുപരി നമ്മുടെ പപ്പു യുവരാജാവിന്റെ ഹൈ വോൾട്ടേജ് അറസ്റ്റ് നാടകവും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ മാസ്റ്റർ പ്ലാനിന്റെ ഒന്നാം ഘട്ടം തുടങ്ങുന്നത് വിദേശ മണ്ണിൽ വെച്ചാണ്. 21 ദിവസത്തെ നീണ്ട വിദേശ പര്യടനത്തിനും യൂറോപ്യൻ അജ്ഞാതവാസത്തിനും ശേഷമാണ് കോൺഗ്രസിന്റെ യുവരാജാവ് സ്വന്തം ഡെസ്റ്റിനേഷനിൽ തിരികെ ലാൻഡ് ചെയ്തത്. നാട്ടിൽ എന്ത് വലിയ പ്രശ്നം കത്തിപ്പടർന്നാലും സാധാരണക്കാരൻ കണ്ണീരൊഴുക്കിയാലും നമ്മുടെ പപ്പുവിന് അതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷേ വിദേശത്ത് പോയി ഡീപ് സ്റ്റേറ്റ് ഏജൻസികളുമായി പുതിയ ടൂൾ കിറ്റ് പ്ലാനുകൾ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഉടൻ നാട്ടിലെത്തി വിപ്ലവകാരിയാകാൻ ഇറങ്ങും. തിരഞ്ഞെടുപ്പ് കാലത്തും കലാപസമയത്തും മാത്രം വോട്ടർമാരെ താലോലിക്കാൻ വണ്ടിയിറങ്ങുന്ന ഈ നേതാക്കളെ പൊക്കിപ്പിടിക്കാൻ നടക്കുന്ന കോൺഗ്രസ് ബുദ്ധിയാണ് സമ്മതിക്കേണ്ടത്. ഇനി ഇതിന്റെ രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്ലാനിംഗ് ഘടകം നോക്കാം. ഇത്തവണത്തെ ടൂൾ കിറ്റ് എന്തായാലും സക്സസ് ആകുമെന്ന വലിയ വ്യാമോഹത്തിലാണ് ഇവർ ഡൽഹിയിലേക്ക് ആളെ കൂട്ടിയത്. കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മുതിർന്ന നേതാക്കളെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അണികളെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി തലസ്ഥാന നഗരിയെ അശാന്തമാക്കുകയായിരുന്നു ലക്ഷ്യം. ബർഗർ കലാപം എന്ന് ചരിത്രം വിശേഷിപ്പിക്കേണ്ട ഈ സമരത്തിനിടയിൽ അണികളെല്ലാം പോലീസിന് നേരെ എരിവ് കയറി അടിപിടി ഉണ്ടാക്കുമ്പോൾ നേതാക്കൾ ബർഗർ കിങ്ങിൽ പോയി സിഗ്നേച്ചർ ബർഗർ തിന്നുകയായിരുന്നു. അണികളെ തെരുവിൽ ചത്തൊടുങ്ങാൻ വിട്ടിട്ട് നേതാക്കൾ ബർഗർ കഴിച്ച ഈ ചരിത്ര സമരം കണ്ടപ്പോൾ തന്നെ ഇവരുടെ വിപ്ലവത്തിന്റെ റേഞ്ച് ജനങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോയതോടെ കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും കളി കാര്യമാക്കി. എന്ത് കോപ്രായങ്ങൾ കാണിച്ചാലും മോദി സർക്കാരിന്റെ മുന്നിൽ ഈ നാടകങ്ങളൊന്നും വില പോകില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. രാഹുലും പ്രിയങ്കയും എത്ര കൊലകൊമ്പന്മാരാണെന്ന് വിചാരിച്ചാലും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് കേന്ദ്രം വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഈ അറസ്റ്റ് നാടകമാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ ചിരിവിരുന്ന്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ചെന്ന് കുത്തിയിരിപ്പ് സമരം നടത്തിയ രാഹുലിനെ പോലീസ് കൈയോടെ പൊക്കിയെടുത്ത് ബസ്സിലേക്ക് തള്ളിയപ്പോൾ പുള്ളിയുടെ മുഖത്തുണ്ടായ ആ അന്താളിപ്പ് കണ്ടവർ ചിരിച്ചു മണ്ണ് കപ്പി. നാലാളെയും ക്യാമറയെയും മാത്രം കാണുമ്പോൾ മാസ് ഡയലോഗ് അടിക്കുന്ന യുവരാജാവിനെ ഡൽഹി പോലീസ് കൈയും കാലും കൂട്ടിക്കെട്ടി വണ്ടിയിലിട്ടപ്പോൾ ആ വിപ്ലവ വീര്യമെല്ലാം അങ്ങ് പമ്പ കടന്നു. പോലീസിന്റെ കസ്റ്റഡി വാഹനത്തിലിരുന്ന് ക്യാമറയ്ക്ക് നേരെ കൈവീശാനും ആംഗ്യം കാണിക്കാനും കാണിച്ച തത്രപ്പാട് കണ്ടാൽ തോന്നും ഇയാൾ എന്തോ വലിയ സ്വാതന്ത്ര്യ സമരം ജയിച്ചു വരികയാണെന്ന്. 12 കൊല്ലത്തിന് ശേഷമാണ് പുള്ളിക്ക് ഈ അറസ്റ്റ് വരിക്കാനുള്ള യോഗമുണ്ടായത്. അറസ്റ്റ് ചെയ്ത് മന്ദിർ മാർഗ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ആളുടെ ചൂടൊക്കെ ആറിത്തണുത്ത് വെള്ളമായി മാറിയിരുന്നു. ഇതുകൊണ്ട് നാടകം തീർന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. മകനും മകളും അറസ്റ്റിലായി സ്റ്റേഷനിൽ കിടക്കുന്നു എന്ന് കേട്ടതും പബ്ലിസിറ്റിയുടെ അടുത്ത ഘട്ടമായി മാതാവ് സോണിയാഗാന്ധി നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എഴുന്നള്ളി. സ്വന്തം മക്കളെ കാണാൻ വൈകാരിക ഭാവങ്ങളോടെ സ്റ്റേഷനിൽ എത്തിയ സോണിയയുടെ എൻട്രി കണ്ട് പോലീസുകാർ പോലും ഒന്ന് ഞെട്ടി. എന്റെ മക്കളെ വിട്ടയക്കൂ എന്ന മട്ടിലുള്ള വിലാപങ്ങളും ക്യാമറകൾക്ക് മുന്നിലെ വൈകാരിക രംഗങ്ങളും കണ്ടപ്പോൾ ജനം സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ചോദിച്ചു, ഇതൊക്കെ ഏത് നാടക കമ്പനിയിൽ നിന്ന് ഇറങ്ങി വന്നതാണ് എന്ന്. പോലീസുകാർ മാന്യമായി കസ്റ്റഡിയിലെടുത്ത് ചായയും കുടിക്കാൻ കൊടുത്ത് ഇരുത്തിയ നേതാക്കളെയാണ് ഇവർ വലിയ ക്രൂരതയ്ക്ക് ഇരയായവരെ പോലെ ചിത്രീകരിക്കാൻ നോക്കിയത്. വിശദമായി പരിശോധിച്ചപ്പോൾ ഈ സമരത്തിന്റെ ഡേറ്റുകളും ടൈമിങ്ങും പോലും കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നുവെന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. ഡൽഹിയിൽ നടന്നത് യാതൊരുവിധ ജനകീയ സമരവുമല്ല, മറിച്ച് വിദേശ നിർമ്മിത സ്ക്രിപ്റ്റിൽ പ്രവർത്തിച്ച ആസൂത്രിത കലാപമായിരുന്നു. ജൂലൈ 20-21 തീയതികളിൽ ഡൽഹിയിൽ വലിയ തോതിൽ അക്രമവും ഗതാഗത തടസ്സവും ഉണ്ടാകുമെന്ന് കാണിച്ച് 3 ദിവസം മുൻപേ തന്നെ, അതായത് ജൂലൈ 17-ന് തന്നെ അമേരിക്കൻ എംബസി പ്രത്യേക ട്രാവൽ അഡ്വൈസറി പുറത്തിറക്കിയിരുന്നു. ജന്തർ മന്ദർ, പാർലമെന്റ് പരിസരം, കിസാൻ ഘട്ട് എന്നിവിടങ്ങളിലെ പ്രതിഷേധങ്ങളെക്കുറിച്ച് സമരം തുടങ്ങുന്നതിന് മുൻപേ വിദേശ എംബസിക്ക് ഇത് എങ്ങനെ കൃത്യമായി അറിയാൻ കഴിഞ്ഞുവെന്നാണ് അടുത്ത ചോദ്യം. വിദേശ ശക്തികൾ സഹായത്തോടെയുള്ള വൻ ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്ന് സംശയിച്ചാൽ ആർക്കും തെറ്റ് പറയാൻ പറ്റില്ല. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളന വേളയിൽ നീറ്റ് വിഷയത്തിൽ ഔദ്യോഗികമായി ചർച്ചയാകാമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമായി ഉറപ്പു നൽകിയതാണ്.
എന്നാൽ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനല്ല, മറിച്ച് അരാജകത്വം സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസിന് താല്പര്യം. സർക്കാരിന്റെ ഓഫർ കൂടി വന്നതോടെ ഇവർ പ്ലാൻ മാറ്റി. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കും മാർച്ചുമായി ഇറങ്ങി. അനാവശ്യമായി ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാൻ നോക്കിയതോടെ പോലീസ് ഇടപെട്ടു. രാഹുലിനെയും പ്രിയങ്കയെയും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയതോടെ ഇവരുടെ ചൂടൊക്കെ അങ്ങ് ആറിത്തണുത്തു. സമരത്തിന്റെ പേരിൽ ഡൽഹിയിൽ അഴിച്ചുവിട്ട അക്രമങ്ങളുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് കലാപകാരികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതലുകൾ അടിച്ചു തകർത്തു. ഇവർക്ക് പിന്തുണ നൽകുന്ന ഇടത് ഇസ്ലാമിസ്റ്റ് സംഘങ്ങളും ചില മാധ്യമങ്ങളും സമരത്തിനിടയിൽ വനിതാ മാധ്യമ പ്രവർത്തകർ ഉപദ്രവിക്കപ്പെട്ട സംഭവം പൂർണ്ണമായും അങ്ങോട്ട് മുക്കി. മുൻപ് ഹമാസിന്റെ ക്രൂരതകളെ സ്വാതന്ത്ര്യ സമരമായി വെളുപ്പിച്ചവർക്ക് ഇതിനെയും വെളുപ്പിക്കാൻ വലിയ പ്രയാസമൊന്നും കാണില്ല. പോരാത്തതിന് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും ഇവർ മടിച്ചില്ല. പോലീസ് ആണിപതിച്ച ലാത്തി ഉപയോഗിച്ച് ആളുകളുടെ തലയടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞ് ഓൾട്ടി ന്യൂസിന്റെ മുഹമ്മദ് സുബൈർ ഉൾപ്പെടെയുള്ളവർ വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ചു. എന്നാൽ ഡൽഹി പോലീസ് തെളിവുകളോടെ വന്ന് ഈ കള്ളക്കഥ പൊളിച്ചെടുക്കി. പോലീസിനെ കല്ലെറിയുക, വഴി തടയുക, അതിനിടയിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഉപദ്രവിക്കുക, വ്യാജ വീഡിയോകൾ ഇറക്കുക, ഒടുവിൽ ക്യാമറയുടെ മുന്നിൽ വന്ന് ഇരവാദം ഉന്നയിക്കുക. ഇതാണ് ഇവരുടെ സ്ഥിരം പാറ്റേൺ. 12 വർഷത്തിന് ശേഷം ആദ്യമായി ഒരു സമരത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവിന് സ്വന്തം രാഷ്ട്രീയ എതിരാളികൾ നൽകിയ ഉപദേശം വൈറലായി മാറിയിരിക്കുകയാണ്. സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് ജയിലിലൊക്കെ കിടന്ന് ഒരു പരിവം വരുന്നത് നല്ലതാണ്. ഒരു 10-30 കൊല്ലം ഇങ്ങനെയൊക്കെ സമരം നയിച്ച് ഇരുത്തം വന്നാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. കുടുംബമഹിമ വെച്ച് ഭരിക്കാമെന്ന കാലമൊക്കെ കഴിഞ്ഞെന്ന് ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കണം. മാസാമാസം ബാങ്കോക്കിലേക്കും യൂറോപ്പിലേക്കും മുങ്ങുന്ന പരിപാടി കൂടി നിർത്തിയാൽ ഒരുപക്ഷെ ഈ 30 വർഷം എന്നത് 25 വർഷമായി കുറഞ്ഞു കിട്ടിയേക്കാം. ഈ പ്രഹസന സമരങ്ങൾക്ക് ഫണ്ട് നൽകുന്ന ഏജൻസികൾക്കും ഇത് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. കാരണം അണികളുടെ നെഞ്ചിൽ തീകോരിയിട്ട് നേതാക്കൾ ഫോട്ടോഷൂട്ടും ബർഗർ കഴിക്കലും നടത്തുമ്പോൾ അണികൾ പോലും ഇവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയുകയാണ്. ജനകീയ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടാനോ നിയമസഭയിലും പാർലമെന്റിലും ചർച്ചകളിൽ പങ്കെടുക്കാനോ താല്പര്യമില്ലാത്ത ഇവർക്ക് തെരുവിൽ അരാജകത്വം സൃഷ്ടിച്ച് അതിലൂടെ അധികാരം പിടിച്ചെടുക്കാമെന്ന വ്യാമോഹം മാത്രമാണുള്ളത്. പക്ഷേ വിദേശ ഏജൻസികൾ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകൾ ഭാരതത്തിലെ തെരുവിൽ കൊണ്ടുവന്ന് അഭിനയിച്ചാൽ അത് എത്ര പെട്ടെന്നാണ് ചീറ്റിപ്പോകുന്നതെന്ന് ഇപ്പോൾ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശിലോ നേപ്പാളിലോ ശ്രീലങ്കയിലോ നടപ്പിലാക്കിയ അട്ടിമറി മാതൃകകൾ ഭാരതത്തിൽ കൊണ്ടുപിടിച്ചാൽ ചീറ്റിപ്പോകും. ഇവിടെയുള്ളത് ജനപിന്തുണയുള്ള ശക്തമായ ഭരണകൂടമാണ്. ഇത്തവണയും സ്ക്രിപ്റ്റ് ചീറ്റിപ്പോയതോടെ കോൺഗ്രസും ടൂൾ കിറ്റ് ഗ്യാങ്ങും ആകെ നിരാശയിലാണ്. മാപ്രകളുടെ സഹായത്തോടെ എത്ര വെള്ളപൂശാൻ നോക്കിയാലും ജനങ്ങൾ ഇവരുടെ കളി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വിദേശയാത്രയും കഴിഞ്ഞ് ഡൽഹിയിൽ വന്നിരുന്ന് റോഡിലിറങ്ങി വെറുതെ ഓരോ നാടകങ്ങൾ കളിച്ചതുകൊണ്ട് മാത്രം മോദി സർക്കാരിനെ വീഴ്ത്താൻ കഴിയില്ല. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭംഗം വരുത്താൻ നോക്കുന്ന ഏത് കൊമ്പനായാലും നിയമത്തിന് മുന്നിൽ അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ ബർഗർ കലാപത്തിന് ലഭിച്ച തിരിച്ചടി നൽകുന്നത്. ഇനിയെങ്കിലും ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങളും പ്രഹസനങ്ങളും അവസാനിപ്പിച്ച് അടങ്ങിയിരിക്കുന്നതാണ് ഇവർക്ക് രാഷ്ട്രീയമായി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് നിലനിർത്താൻ നല്ലത്. അപ്പോൾ തലസ്ഥാനത്ത് അരങ്ങേറിയ ഈ ഹൈഡ്രാമ പ്രഹസനങ്ങളെക്കുറിച്ചും കോൺഗ്രസിന്റെ ബർഗർ നയതന്ത്രത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മറ്റൊരു ചൂടൻ രാഷ്ട്രീയ അവലോകനവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.